തിരുവിതാംകൂർ മഹാരാജാവും കലകളുടെ ഉപാസകനുമായ ശ്രീ സ്വാതി തിരുനാളിന്റെ 200ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ അവതരിപ്പിക്കുന്നു സ്വാതി തിരുനാൾ നൃത്തസംഗീതോത്സവം. തന്റെ ഹ്രസ്വമായ ജീവിത കാലയളവിൽ ഇന്ത്യൻ കലകൾക്കും സംഗീതത്തിനും ശ്രീ സ്വാതി തിരുനാൾ നൽകിയ സംഭാവനകളുടെ ഒരു പരിച്ഛേദം മാത്രമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ദോഹയിൽ ആദ്യമായി സ്വാതി തിരുനാൾ നൃത്ത സംഗീതോത്സവത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. സ്കിൽസിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ഈ ദൃശ്യവിരുന്നിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. I request our director, Mr. Vijay Kumar, for formal welcome speech. Good evening, everybody. It gives me a great pleasure to welcome our Honorable Chief Guest, Mr. Ramachandra Iyer, Manager, CPO of Jet Airways and Joint Secretary of Swati Sangeeta Sabha, Trivandrum. Thank you, sir. And Mr. Gobinath, Cultural Secretary of Indian Cultural Center. Thank you, sir. And Mrs. Nirmala Raguraman, Tamil Women's Association, Doha, Qatar. Thank you, madam. And Mr. P.N. Baburajan, Managing Director of Skills Development Center, staffs, teachers, students, parents, my colleagues and friends. As you all know, we are gathered here to celebrate the 200th birthday anniversary of Swati Tirunal, a great musical genius born in April 16, 1830, and his contribution in the field of culture and music are immense. Besides being an excellent ruler, he was a musician of repute and a patron of music. He encouraged the two broad divisions of Indian music, that is Carnatic and Hindustani music. As he was deeply interested in music, he used to learn the languages in which he found excellent music. Swati Tirunal Palace was a home to many musicians like Shatkala Govinda Marar, Kannaya Bhagavathar and the like. He was credited with composing over 400 compositions. I would like to say that the function which we are organized here to honoring the contribution of Swati Tirunal may help to regenerate their memories among the present new generation and also keep their memories alive. Once again, I warmly welcome all of you. Now, I would like to Mr. Ramachandra Iyer for inaugurating this function. Thank you, sir. Come, please. Gurur Brahma, Gurur Vishnu, Gurur Devo Maheshwara, Guru Sakshat Parabrahma, Tasmai Shri Gurube Namaha. സദസ്സിന് നമസ്കാരം. കർണാടക സംഗീതത്തിൻ്റെ കുലപതികളായിരുന്ന നമ്മുടെ ഗുരുത്രയം ത്യാഗരാജസ്വാമികൾ, ശ്യാമശാസ്ത്രികൾ, ദീക്ഷിതർ തുടങ്ങി വളരെ പൈതൃകമായ ഒരു സമ്പത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ ഉടമയാണ് കർണാടക സംഗീതം. അതിൽ സമന്വയിച്ചിരിക്കുന്ന 3 ഭാവങ്ങൾ. ഒന്ന്, അതിൻ്റെ രാഗഭാവങ്ങൾ, താളഭാവങ്ങൾ, ഭക്തി. ഇത് 3ഉം സമന്വയിപ്പിച്ച കൃതികളാണ് സ്വാതി കൃതികൾ. ശ്രീ സ്വാതി തിരുനാളിൻ്റെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് പ്രചോദനം നൽകി അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അന്തർധാരയിൽ നിന്നും ഉതിർന്നു വീണ വളരെ മുത്തുമണികളായ കൃതികൾ വളരെയധികം നാളുകൾ കേൾക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഉള്ള വളരെയധികം അസുലഭമായ സന്ദർഭം എനിക്ക് ലഭിച്ചു എന്നുള്ളതിൽ വളരെയധികം കൃതാർത്ഥതയുണ്ട്. ഏകദേശം ഒരു 10 വർഷത്തോളം
തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സ്വാതി തിരുനാൾ സംഗീത നാടക കലാ അക്കാദമിയുടെ പ്രവർത്തകരിൽ ഒരാളായി കഴിയുവാൻ കഴിഞ്ഞതിലും അതിലുപരി നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പൈതൃകമായി തീർന്ന സ്വാതി കൃതികൾ ആലപിക്കുവാനും അതുപോലെ തന്നെ അത് സംഘടിപ്പിച്ചുകൊണ്ട് സ്വാതി കൃതികൾ മറ്റ് കൃതികളെപ്പോലെ തന്നെ വളരെയധികം ശ്രദ്ധയെ ആകർഷിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഈ കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചു എന്നറിയുന്നു. വളരെയധികം ചാരിതാർത്ഥമുണ്ട്. എന്നിരുന്നാലും വളരെ പല ആവശ്യങ്ങൾക്കായി കടൽ കടന്ന് പ്രവാസികളായി എത്തിയ ഇവിടെയുള്ള മലയാളികളും അല്ലാത്തവരും ഇന്ത്യക്കാരെല്ലാവരും കൂടെ തന്നെ ഇതുപോലുള്ള കലാസാംസ്കാരിക വേദി പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു. അതുമാത്രവുമല്ല, നമ്മുടെ കുഞ്ഞു കുട്ടികളെ നമ്മുടെ കലയെന്താണ് അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിച്ച് അവരിൽ അതിൻ്റെ അവബോധമുൾക്കാൻ ഇവിടെ സാധിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ദോഹയിൽ ഞാൻ എത്തിയിട്ട് ഏകദേശം ഒരു 7 മാസം മാത്രമേ ആകുന്നുള്ളൂ. പക്ഷേ അതിനുള്ളിൽ തന്നെ ഇവിടുത്തെ പല പരിപാടികളും ഇതുപോലെ നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. പലതിലും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരാരൊക്കെയാണെങ്കിലും അവരോടെല്ലാം എൻ്റെ കൃതജ്ഞതയോടുകൂടിയുള്ള നമസ്കാരത്തെ അറിയിച്ചു കൊള്ളുന്നു. മാത്രമല്ല, വളരെയധികം സമയമായി എല്ലാവരും ആകാംക്ഷരായി കാത്തിരിക്കുന്ന അവരുടെ പ്രകടനങ്ങൾ കാണാൻ തികച്ചും വളരെയധികം സന്തോഷകരമായ ഈ വേദി എനിക്കൊരവസരം ലഭിച്ചത് വളരെ ഭാഗ്യമായി കരുതുന്നു. ശ്രീ പത്മനാഭദാസൻ്റെ നാട്ടിൽ നിന്നും എത്തിയ എനിക്ക് ഇതിൽ കൂടുതൽ വളരെയധികം ഒരു അംഗീകാരം കിട്ടാനുള്ള ഇതൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങളോട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ അനുവാദത്തോടു കൂടി ഈ സംഗീത കലാനൃത്തത്തിലെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നിങ്ങൾക്കേവർക്കും നമസ്കാരം. Now I invite Mr. Gopinath, ICC Cultural Secretary, for felicitation speech. സുഹൃത്തുക്കളെ, സഹൃദയരെ, വേദിയിൽ ഉപവിച്ചിരിക്കുന്ന എൻ്റെ സുഹൃത്തായ മിസ്റ്റർ അയ്യർ ആൻഡ് മിസ്സിസ് നിർമ്മല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ഒരു ഗസ്റ്റായിട്ട് വരുന്നത്. നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം പല വേദികളും ഞാൻ ഒരുക്കി. ആദ്യമായിട്ട് ഇന്ത്യൻ കൾച്ചറൽ സെൻറ്ററിൻ്റെ കൾച്ചറൽ ഹെഡായി ഞാൻ എടുത്തിട്ട് വെറും 20 ദിവസമായിട്ടുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഇന്ത്യൻ കൾച്ചറൽ സെൻറ്ററിൻ്റെ കലാ ആസ്വാദനം ഒരു വിവിധ രീതിയിലാക്കണമെന്നുള്ള ഒരു അത്യന്താപേക്ഷിതമായി തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ത്യൻ കൾച്ചറൽ സെൻറ്ററിൽ വന്നത്. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ശ്രീ ബാബുരാജ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റാഫിനോട് വളരെ നന്ദിയുണ്ട്. ഇവിടെ മിസ്റ്റർ അയ്യർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കൂടുതലായിട്ട് സ്വാതി തിരുനാളിനെ കുറിച്ചറിയാം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ അവസരം കിട്ടി. അത് തന്നെ വലിയൊരു കാര്യം. 1813 ജനിച്ച് 1846 അദ്ദേഹം മരിച്ചത്. വെറും 33 വർഷത്തെ ജീവിതം. ആ 33 വർഷത്തെ ജീവിതത്തിൽ കലയ്ക്കും ചിത്രരചനയ്ക്കും ഒരുപാട് സംഭാവനകൾ നൽകിയ ആ മഹാജ്ഞാനിയോട് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ അവസരം തന്ന ഈ സംഘടനയുടെ സഹൃദയരോട് എൻ്റെ നന്ദി രേഖപ്പെടുത്താണ്. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഈയൊരു സായാഹ്നം നിങ്ങൾക്കൊരു ഓർമ്മക്കുറിപ്പായിരിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Now I invite Mrs. Nirmala Raghuraman for felicitation speech. Good evening, all of you. Though I can follow Malayalam very well, I am not so fluent in that. So I hope all of you can follow English with me. Thank you so much. My first and sincere thanks to Mr. Babu Rajan, who had invited me to honor this occasion. I am so glad about it. And to talk to you about Swati Tirunal, I have been browsing for the past 2 days about him.
And if a person who lived so many years before is even today talked so much and his songs are followed and people are so fond of singing such songs, it must be definitely an inspiration to the younger generation, I feel. I hope the parents will lead them in a proper way, train them in a pleasant way with a very good guru, so that they can also come up and break some world records. And when I was young, in my school days, I rightly remember 6th and 7th grades, I used to go for Veena class. There I used to learn kritis and all. So whenever I returned from my class, my mother used to ask me, which song you learned, what they taught, what is the avaroganam, aroganam, tell me. So I used to say, Mom, there I have one teacher and back home I have another teacher. Definitely, I really tell all the parents that was so motivational and from which I developed a lot of interest to learn the songs. So please continue to do the service, encourage your children, and Swadhi Tirunal, in his childhood, I also came to know from the net that he was not only interested in music, he was so much interested in geometry. Children, how many of you really like mathematics? Many, right? So take him as your inspiration and example. Do not leave your studies. Continue that as well as your music. I wish to see a lot of world record winners and award winners from Doha in the television soon. I wish you all the best. Thanks for the opportunity. Enjoy your music. Now, distributions of certificates. I invite Mr. Gopinath. Sri Lakshmi Suresh. Anjali Raviraj. Atira Usha Devi. Neha Prasad. Geetanjali Sadan Pillai. I hope you can appreciate them better with more thunderous applause. Geetanjali Dilip Kumar. സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ ദോഹ ഖത്തർ. ഫൈൻ ആർട്സ് ആൻഡ് പെർഫോമിംഗ് ആർട്സ് രംഗത്തെ നൂതനാശയങ്ങളുടെ സമുച്ചയം. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി തുടങ്ങിയവയിൽ പ്രത്യേക പരിശീലനം. കീബോർഡ്, വയലിൻ, ഗിത്താർ, പിയാനോ, തബല തുടങ്ങി സംഗീതോപകരണങ്ങളിൽ പരിശീലനം. ശാസ്ത്രീയ സംഗീത അഭ്യസനം. മഴവില്ലുകളെ കൂട്ടിയിണക്കുന്ന ചിത്രരചന അഭ്യസനം. യോഗ. സെൻസായി ഷിഹാബുദ്ദീന്റെ ശിക്ഷണത്തിൽ കരാട്ടെ അഭ്യസനം. Skills Development Center, a center for fine arts and performing arts, Doha, Qatar.
रासमंडल केलने आज आए श्याम मोहन 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 रासमंडल केलने आज आए श्याम